എന്നെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആളെൻ്റെ ജാനപ്പനാണ് കേട്ടോ. എനിക്ക് ചില സമയത്ത് ഭയങ്കര അതിശയം തോന്നും. അപ്പോൾ ഇന്ന് നമ്മൾ ജാനിക്കുട്ടന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതല്ലെങ്കിൽ ജാനിക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. നമ്മളൊന്ന് കറങ്ങാൻ പോവാണ് കേട്ടോ. രാവിലെ തന്നെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പോറ്റിയിൽ പോവാണ്, കാറിലാണ് പോകുന്നത്, നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞ് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇതെന്താ ഇനി അടുത്തതെന്താ എന്നുള്ളൊരു പ്ലാനിലിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ തൊഴുതിട്ട് നേരെ ഹരിപ്പാട്ട് അമ്പലത്തിലെത്തി. അവിടെയും ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് സാവകാശം തൊഴുത് തൊട്ടപ്പുറത്തുള്ള ഹനുമാൻ്റെ അമ്പലത്തിലും തൊഴുത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പോകുന്നത് മണ്ണാർശാലയ്ക്കാണ്. മണ്ണാർശാലയുടെ ഒരു വൈബ് തന്നെ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. അവിടെ മരങ്ങൾക്കിടയിൽ കൂടെയും പിന്നെ അതുപോലെ തന്നെ ആ മണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ ചവിട്ടിയൊക്കെ നടക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ജാനിക്കുട്ടനെ ഞങ്ങൾ ഇവിടെ കുറച്ചധികം നടത്തി, വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, നല്ല വൃത്തിക്ക് തൊഴുതു. അപ്പം ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹം, നേരെ അമ്പലപ്പുഴയ്ക്ക് വിട്ടാലോ, അമ്പലപ്പുഴ പോയിട്ട് അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ മേടിക്കാം, തൊഴേണ്ടതാണ് മെയിൻ. എന്നാലും നമുക്ക് പാൽപ്പായസമാണ് കുറച്ച് മെയിൻ കേട്ടോ. പക്ഷേ അവിടെ എത്തിയപ്പോൾ വ്യാഴാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പാൽപ്പായസം പ്ലാൻ പോയി. അതുമാത്രമല്ല തൊഴാനുള്ള പ്ലാനൊന്നും നടന്നില്ല. കുഞ്ഞിനെയും കൊണ്ട് അത്രയും തിരക്കിലേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ജാനിക്കുട്ടിയുടെ മെയിൻ നടപ്പിതാണ് കേട്ടോ. എൻ്റെ ടോപ്പോ എൻ്റെ കയ്യോ അതേ പിടിച്ചുകൊണ്ട് പുള്ളിക്കാരിക്ക് പോകേണ്ട സ്ഥലങ്ങളിലോട്ടൊക്കെ ഒറ്റ പോക്കാണ്, നമ്മൾ പുറകെ പൊക്കമാണ്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് കൃപാസനം കണ്ടു കേട്ടോ. ഞാനിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കൃപാസനം കണ്ടിട്ടുണ്ടെങ്കിലും ഇത് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കണ്ട് പാസ് ചെയ്ത് പോയി. പിന്നെ അച്ഛനൊരു ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഒരിടത്ത് കയറി ജാനിക്കുട്ടി എന്നെ വീണ്ടും വലിച്ചുകൊണ്ട് നടക്കുന്നു. ഇതെന്താണെന്ന് അറിയത്തില്ല, ഇപ്പം അതൊരു സ്ഥിരം പരിപാടി ആയിട്ടുണ്ട്. നേരെ വീട്ടിലെത്താന്നുള്ളതാണ് പ്ലാൻ. വീട്ടിലെത്തിയ പാടെ നമ്മളിവിടെ ചെണ്ടമേളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു.